കാൻബറ പരസ്യമായി നാസി സല്യൂട്ട് ചെയ്യുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് കാൻബറയിലെ വെസ്റ്റേൺ സ്വദേശിയായ 18-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിൽ കാൻബറയിലെ ഷോപ്പിംഗ് സെന്ററുകളിൽ വെച്ച് ഇയാൾ നാസി സല്യൂട്ട് ചെയ്യുകയും ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ANU വിദ്വേഷം പരത്തുന്ന സ്റ്റിക്കറുകൾ പതിക്കുകയും ചെയ്തതായാണ് കേസ്. ഫെഡറൽ പോലീസും ACT പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ ഇന്ന് ACT മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും AFP ACT പോലീസും സംയുക്തമായാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ കാൻബറയിലെ പ്രാദേശിക ഷോപ്പിംഗ് സെന്ററുകളിൽ വെച്ച് വ്യക്തികൾക്ക് നേരെ ഇയാൾ 2 തവണ നാസി സല്യൂട്ട് പ്രകടനം നടത്തിയതായാണ് ആരോപണം. കൂടാതെ കഴിഞ്ഞ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ANU പലതവണ അതിക്രമിച്ച് കടക്കുകയും കെട്ടിടങ്ങളിലും മറ്റ് വസ്തുക്കളിലും പ്രൊപ്പഗണ്ട സ്റ്റിക്കറുകൾ ഒട്ടിച്ച് വികൃതമാക്കുകയും ചെയ്തതായും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത് ചോദ്യം ചെയ്ത ഒരാൾക്ക് നേരെ ഇയാൾ നാസി സല്യൂട്ട് ചെയ്ത് വെല്ലുവിളിച്ചിരുന്നു. പിന്നീട് ഡിസംബർ 12-ന് മറ്റൊരു ഷോപ്പിംഗ് സെന്ററിലും സമാനമായ രീതിയിൽ ഇയാൾ നാസി അഭിവാദ്യം നടത്തി. തുടർന്ന് ഡിസംബർ 24-ന് വെസ്റ്റണിലെ ഇയാളുടെ വസതിയിൽ നാഷണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീം റെയ്ഡ് നടത്തി. പരിശോധനയിൽ മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടർ, വീഡിയോ ക്യാമറ, സ്റ്റിക്കറുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ എന്നിവ പിടിച്ചെടുത്തു. ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ: ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നിരോധിത നാസി ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുകയോ നാസി സല്യൂട്ട് ചെയ്യുകയോ ചെയ്തതിന് 2 കേസുകൾ. ക്രിമിനൽ കോഡ് ആക്ട് 1995 സെക്ഷൻ 80.2 പ്രകാരം പരമാവധി 5 വർഷം വരെ തടവ് ലഭിക്കാവുന്നതും നിർബന്ധിത ശിക്ഷാവിധികൾ ഉള്ളതുമായ കുറ്റമാണിത്. കോമൺവെൽത്ത് വക ആസ്തികൾ നശിപ്പിച്ചതിന് 2 കേസുകൾ. പരമാവധി 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം. പൊതുസ്ഥലത്ത് മോശമായി പെരുമാറിയതിന് 2 കേസുകൾ. പോലീസിന്റെ പ്രതികരണം: ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധത വെച്ച് പൊറുപ്പിക്കില്ലെന്ന് AFP അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റീഫൻ നട്ട് പറഞ്ഞു. നാസി സല്യൂട്ട് ചെയ്യുന്നത് ജൂത സമൂഹത്തിന് വേദനയുണ്ടാക്കുന്നതും ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നതുമായ ക്രിമിനൽ കുറ്റമാണ്. ജൂതവിരുദ്ധത ഒരു ക്യാൻസർ പോലെയാണ്, അതിനെതിരെ അടിയന്തര നടപടി ആവശ്യമാണ്, അദ്ദേഹം വ്യക്തമാക്കി. ജാഗ്രതാ നിർദ്ദേശം: യുവാക്കൾക്കിടയിൽ തീവ്രവാദ ചിന്തകൾ വളരുന്നത് തടയാൻ രക്ഷിതാക്കളും സുഹൃത്തുക്കളും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കുക. സംസാരത്തിൽ തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിക്കുക. വിദ്വേഷം നിറഞ്ഞ ഭാഷ ഉപയോഗിക്കുക. ഓൺലൈൻ ഫോറങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കണം. സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നാഷണൽ സെക്യൂരിറ്റി ഹോട്ട്ലൈനിലോ 1800-123400 ലോക്കൽ പോലീസിലോ 131-444 വിവരം അറിയിക്കാനും നിർദ്ദേശമുണ്ട്. The AFP will take every step, every measure to defend Australia from such threats and behaviour.